നമസ്കാരം. സോണിയാഗാന്ധിയുടെ ഓരോ ദിവസവും ഓരോ വൃത്തികെട്ട രാഷ്ട്രീയമാണ് സോണിയാഗാന്ധി പുറത്തേക്ക് കളിച്ചു വരുന്നത്. നേതാക്കളും അണികളും വാനോളം പുകഴ്ത്തിയ സോണിയാഗാന്ധിയുടെ ആ ദുഷ്ടമുഖം ഇതോടെ പുറത്തായി. നമുക്ക് ആദ്യം മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJP നേതാവുമായ, അതായത് 2018 ഓഗസ്റ്റ് 17 പോകാം. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. വാജ്പേയി അന്തരിച്ച ഉടൻ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നു. രാത്രിയിൽ വാജ്പേയിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ വിദേശ രാഷ്ട്രങ്ങളുടെ മന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും ആദരവ് അർപ്പിക്കുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി തുടങ്ങി പ്രതിപക്ഷ നേതാക്കളടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിറ്റേന്ന് മൃതദേഹം വഹിച്ചുള്ള സൈനിക വാഹനത്തിനൊപ്പം വിലാപയാത്രയിൽ 6 കിലോമീറ്റർ ദൂരവും ചെരുപ്പ് പോലും ധരിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കം അവരെല്ലാം നടന്നു നീങ്ങിയത് സമാധി സ്ഥലത്തേക്കാണ്. അവിടെ സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു. ഇന്നും വാജ്പേയിയുടെ ചരമദിനവും ജന്മദിനവും BJP ആചരിച്ചു വരുന്നു. മധ്യപ്രദേശിൽ ജനിച്ച വാജ്പേയിയുടെ സമാധി രാഷ്ട്രീയ സ്മൃതി സ്ഥലം എന്ന പേരിൽ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള തുരങ്കം നമ്മുടെ രാജ്യത്തിലെ ലേ മണാലി പാതയിൽ നിർമ്മിച്ചപ്പോൾ അതിന് BJP സർക്കാർ അടൽ ടണൽ എന്നാണ് പേര് നൽകിയത്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്, അടൽ പെൻഷൻ യോജന എന്നിവയും ആരംഭിച്ചു. അങ്ങനെ BJP സർക്കാർ വേണ്ടുവോളം അടൽ ബിഹാരി വാജ്പേയിക്ക് ആദരവ് നൽകി. നെഹ്റു കുടുംബത്തിൽ നിന്നുമല്ലാത്ത ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രിയായി 5 വർഷം തികച്ച PV നരസിംഹറാവു അന്തരിച്ചത് 2004 ഡിസംബർ 23-ലാണ്. 30 വർഷമായി ഡൽഹിയിൽ താമസിച്ച മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്ന ഇന്ത്യ ഭരിക്കുന്നത്, അതായത് കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മൃതദേഹം പൊതിയാനുള്ള തുണി പോലും വാങ്ങി നൽകുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിലെ നേതാക്കൾ പോലും അന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. ആന്ധ്രയിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കൾ എത്തിയതിനു ശേഷമാണ് തുണി വാങ്ങി നൽകിയത്. പിന്നീട് വസതിയിൽ എത്തിച്ച മൃതദേഹം ദർശിക്കാൻ വന്ന ഏക കോൺഗ്രസ് നേതാവ് ശിവാജ് പാട്ടീലും റാവുവിന്റെ ഇളയ പുത്രനായ പ്രഭാകരയെ മാറ്റി നിർത്തി പറഞ്ഞത്, ഈ മൃതദേഹം ഡൽഹിയിൽ സംസ്കരിച്ചാൽ ആരും പങ്കെടുക്കാൻ വരില്ല, അതുകൊണ്ട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി ചടങ്ങ് നടത്തുക. ഇത് പറഞ്ഞ് കഴിയുന്നതിന് മുന്നേ ആന്ധ്ര മുഖ്യമന്ത്രി YSR റെഡ്ഡിയുടെ ഫോൺ കോൾ മക്കൾക്ക് വരികയും മൃതദേഹം ആന്ധ്ര സർക്കാരിന്റെ ബഹുമതിയോടെ സംസ്കരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ മുൻ പ്രധാനമന്ത്രിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസ് നേതാക്കൾ ഒടുവിൽ നരസിംഹറാവുവിന്റെ മക്കൾ രാത്രി 9:30 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയപ്പോൾ നരസിംഹറാവുവിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച ശിഷ്യനായ മൻമോഹൻ സിംഗ് എല്ലാം മറന്ന് ആ നെറികെട്ട രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി. നൈറ്റ് ഗൗണും ധരിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മൻമോഹൻ സിംഗ്. പിറ്റേന്ന് രാവിലെ റാവുവിന്റെ മൃതദേഹം ഒരു സൈനിക വാഹനത്തിൽ കയറ്റി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. സോണിയാഗാന്ധിയും കുറച്ച് നേതാക്കളും ഇറങ്ങി വന്ന് ആർക്കോ വേണ്ടി ഇതുപോലെ കുറച്ച് പൂക്കൾ വിതർന്നു. റാവുവിന്റെ മകളെ അടുത്തേക്ക് വിളിച്ച് സോണിയാഗാന്ധി പറഞ്ഞത്, ഗേറ്റ് പൂട്ടിയിരിക്കുന്നു, താക്കോൽ കാണാതെ പോയി, അതുകൊണ്ട് ബോഡി വേഗം ഓഫീസിൽ കയറ്റാതെ വേഗം എയർപോർട്ടിലേക്ക് എത്തിക്കാനാണ് ഗുലാം നബി ആസാദ് അടുത്തിടെ റാവുവിന്റെ ഡെഡ് ബോഡി കോൺഗ്രസ് ഓഫീസിൽ കയറ്റരുതെന്നും സോണിയാഗാന്ധി തന്നോട് നേരിട്ട് പറഞ്ഞുവെന്ന് ഗുലാം നബി ആസാദ് അടുത്തിടെ പറഞ്ഞത്. റാവുവിന്റെ മരണ ദിവസം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് റാവുവിന്റെ മക്കൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു, അതായത് ഡൽഹിയിൽ ഒരു റാവുവിന്റെ പേരിൽ ഒരു സ്മൃതി മണ്ഡപം ഉയരുമെന്ന്. റാവുവിന്റെ മകളെ മൻമോഹൻ സിംഗ് കാണാൻ പോലും സമയം കൊടുത്തില്ല. മൻമോഹൻ സിംഗ് എന്ന പാവയെ നിയന്ത്രിച്ച സോണിയ മാഡത്തിന് സോണിയ മാഡത്തിനും രാഹുലിനും ഒറ്റ നിർബന്ധമുണ്ടായിരുന്നു, ഡൽഹിയിൽ റാവുവിന്റെ ഓർമ്മകൾ പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു. റാവുവിന്റെ ഇളയ മകൾ പരസ്യമായി അത് പറയേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വർഷങ്ങൾ മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രി 2014 നരേന്ദ്രമോദി രാജ്യത്ത് ഭരിക്കാൻ അധികാരത്തിലേക്ക് വരുന്നു, പ്രധാനമന്ത്രി കസേരയിലേക്ക്. അങ്ങനെ അവിടെ റാവുവിന്റെ സ്മൃതി മണ്ഡപം ഉയരുന്നു. ഏകതാ സ്ഥൽ നരേന്ദ്രമോദി തന്നെ അത് കൊടുക്കുന്നു. ഇത് നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്തത് പ്രധാനമന്ത്രിയുടെ പേര് കോൺഗ്രസ്കാർ അറിയണം, നരേന്ദ്രമോദി എന്നാണ്. BJP പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് നേതാവിന് അർഹിക്കുന്ന അംഗീകാരം നൽകുവാൻ നരേന്ദ്രമോദി വേണ്ടിവന്നുവെന്ന് റാവുവിന്റെ മകൾ വിജയ സോമയാജി അന്ന് പറഞ്ഞു. കോൺഗ്രസിലെ നേതാക്കൾക്ക് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് പുറത്തേക്ക് എറിയുന്ന രീതിയാണ് കോൺഗ്രസ്സുകാര് എല്ലാ കാലത്തും കൊണ്ടുവരുന്നത്. പക്ഷെ അവരെയെല്ലാം ഭാരതരത്നവും പത്മഭൂഷണവും ഒക്കെ നൽകി രാജ്യം ആദരിച്ചത് BJP സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് കോൺഗ്രസ്സുകാർ മറന്നു.
മൻമോഹൻ സിംഗ് മരിച്ചപ്പോഴും രാഹുലും സോണിയും ഇതാ വൃത്തികെട്ട രാഷ്ട്രീയവും വീണ്ടും കളിക്കുകയാണ്.